ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് നമ്മളെ സ്വന്തം ഷംസുഖാന്റെ ഫാമിൽ കേട്ടോ. കുറെ കാലത്തിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് വെറുതെ കയറുക, അപ്പോഴാണ് കാണുന്നത് 1 2 3 4 റംബൂട്ടാൻ കാഴ്ചവെക്കുന്നുണ്ടല്ലേ. ആ വലിയ മരങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെറിയ ബുഷായിട്ട് നിൽക്കുന്നത് നമുക്ക് കാഴ്ചയില്ല. അപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ റംബൂട്ടാനിൽ ഇവിടെ കാഴ്ചയില്ല ഈ 4 റംബൂട്ടാൻ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ? ഇതേതാണ്? ഇതിന്റെ വെറൈറ്റി പേരാണ് എനിക്ക് ശരിക്കും അറിയാത്തത്. നല്ല ഒന്ന് പൊട്ടിച്ചു തരുമോ? ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇതിന് ശരിക്ക് ഇത് പക്ഷേ ഇത് വന്നത് മൂവാർഗേഡിങ് വന്നതാണ്. മൂവാർഗേഡിങ് ആണെങ്കിൽ ഇപ്പോൾ ടാഗൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ മൂവാർഗേഡിങ് അല്ലത് ഇത്. പക്ഷെ മൂവാർഗേഡിങ് മഞ്ഞ കളറായിരിക്കും, ഇത് റെഡ് കളറായിരുന്നു വന്നത്. പക്ഷെ നല്ല പഴം തന്നെയാണ്. പഴം നല്ല പഴം, സൂപ്പർ പഴമാണ്. കണ്ടില്ല, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ല മധുരമുള്ള ചെറുതാണല്ലേ. എന്നിട്ട് വലുപ്പം. പിന്നെ ഇത് സീസർ റംബൂട്ടാൻ. ഇതാണ് റംബൂട്ടാനിലെ റാണി. ഈ സീസൺ റംബൂട്ടാൻ പേര് സീസർ അല്ലേ? അങ്ങനെ പറഞ്ഞ വലുതാ സീസർ റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പേര് അങ്ങനെ ആക്കിയത് നമ്മളെ പിന്നെ അബ്രാംകുട്ടി ഇവരൊക്കെ ഇറക്കിയതാണ്. അവരെടുത്താണ് ഫസ്റ്റിൽ ഇത് വന്നിട്ടുള്ളത്. ഇത് കണ്ടില്ലേ റംബൂട്ടാന്റെ പോരാ വലിപ്പം തന്നെ നോക്കുകയാണ് നിങ്ങൾ. ഇതൊരു 4 പഴം തന്നെ ഏകദേശം അത്യാവശ്യമുണ്ട്. ഇതിന് വലിപ്പം കണ്ടില്ലേ? ഓക്കെ, ഒന്ന് പൊട്ടിച്ചു. ഒരു കൊലയിൽ തന്നെ ഇതൊരു 100 ഗ്രാം എങ്ങനെയാലും ഉണ്ടാവില്ല. ഇതാണ് ഇപ്പൊ ഷംസുഖാന്റെ അഭിപ്രായത്തിൽ നമ്പർ 1 ആയിട്ട് വെക്കാൻ പറ്റിയ സാധനം. അത് മാത്രമല്ല വീടിന്റെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം കായ പിടിക്കും അല്ലേ? കായ പിടിക്കുന്നുണ്ട്. ഇതിന് ചിലവരൊക്കെ പറയും ഇതിന് 2 മരം വേണം, 2 വേണ്ട, ഒറ്റ ഒന്നേ എൻ്റെ അടുത്തുള്ളൂ. അതന്നെ ഈ കോലത്തിൽ കാഴ്ചക്കണം. ഈ ഒരു മരത്തുമ്പ തന്നെ എന്റെ അഭിപ്രായത്തിന് 15-20 കിലോ ചെറിയൊരു മരത്തുമ്മല് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് കുറെ അർത്ഥവും ഇതിനൊക്കെ ഡബിൾ അർത്ഥപ്പോ വിളിക്കാൻ കുറച്ച് വൈകി. എന്റെ പഴം ഒന്ന് കഴിച്ചു നോക്കി. ചെറിയ കുരു, അത്യാവശ്യം നല്ല ഫ്ലഷ് കേട്ടാ. എന്തായാലും നമ്പർ 1 ആണ്. ഒരു 5-6 കഴിച്ചാൽ തന്നെ വയറ് പറഞ്ഞു. ഇത് KG 10 എന്നാണ്. KG 10. പക്ഷെ സീസർ റംബൂട്ടാന്റെ അത്ര വലിപ്പമില്ല കേട്ടോ. KG 10 എന്ന് പറഞ്ഞാൽ 10 കിലോ വേണ്ടേ. ഇതൊരിക്കലും 10 കിലോ. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വെക്കേണ്ടത് വ്യവസായ അടിസ്ഥാനത്തിലാണെങ്കിലും സീസർ റംബൂട്ടാൻ വെച്ചാൽ പൈസ ഉണ്ടാക്കാം. ഇത് KG 10. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. KG 10 ടേസ്റ്റ് ആണ്. കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവും. റംബൂട്ടാനൊക്കെ അല്ലേ ചെറുതാണല്ലേ? ഇത് ചെറുതാണ്. NH വലിപ്പമുള്ളൂ. NH കുറച്ചും കൂടി വലിപ്പം കൂടുന്നുണ്ട്. ഇത് എനിക്ക് കിട്ടി. ഇത് ഇനി പാകം കഴിക്കുന്നത് കറക്റ്റ് ഇതായിട്ടില്ല. അതാണ് മധുരം കുറച്ച് കുറവല്ലേ? പക്ഷെ KG 10 ഞാൻ എല്ലാവരും വെക്കണമെന്ന് പറയില്ല കേട്ടോ. മറ്റൊരു അത്ര തന്നെ കായപിടുത്തമില്ല. കായപിടുത്തം കുറവാണ്. സീസർ റംബൂട്ടാന്റെ കായപിടുത്തം ഇല്ല. ഇത് എല്ലാ കൊമ്പും എല്ലാം ഒരുപോലെ കായ്ക്കുന്നില്ല. കാൽ ഭാഗം പകുതി ഭാഗം കായ്ക്കുന്നു. ഈ വീഡിയോ തന്നെ കാണിച്ചു കൊടുക്കാം. സീസർ റംബൂട്ടാനാണ് നിൽക്കുന്നത് അല്ലെ? ഇതിന്റെ എവിടെ ഇല്ല. നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടാൽ തന്നെ പല വീഡിയോ നമ്മൾ എല്ലാ ഭാഗത്തും ഒരേപോലെ കായ്ക്കും. NH ഒരുപോലെ കായ്ക്കും. പക്ഷെ ഇത് ഒരു ഭാഗം കുറവാണ്. പക്ഷെ ഇതൊരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും സീസർ റംബൂട്ടാൻ വെച്ചോ, ഞാൻ ഗ്യാരണ്ടി തരാം. അടിപൊളിയാണ്. ഇത് ശരിക്കും 2.5 വർഷം കൊണ്ടാണ് കായ്ച്ചത്. 2.5 വർഷം കൊണ്ട് കായ്ച്ചത്. അതൊക്കെ നേരത്തെ കായ്ക്കാൻ കാരണം കുറച്ച് വലിപ്പമുള്ള തൈയായിരുന്നു. ഏകദേശം ഒരു 6 മാസം 8 മാസമൊക്കെ തൈയായിരുന്നു. അതുകൊണ്ടായിരിക്കും 2.5 വർഷം കൊണ്ട് കായ്ച്ചത്. അപ്പൊ അതിനകത്ത് കയറി വീഡിയോ എടുക്കൽ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈ സാധനം കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ കൊലയില് ബിഞ്ചായി നല്ലവണ്ണം കായ പിടിക്കൂട്ടാ. ബിഞ്ചായി അല്ലേ? ശരിക്കും എല്ലാരും വെക്കേണ്ട ഒരു ഇതാണല്ലേ? ഒന്ന് പൊട്ടിച്ചോ ടേസ്റ്റ്. 1 2 പൊട്ടിച്ച് എത്രയും പൊട്ടിക്കാൻ മാത്രം ഉണ്ട്. കണ്ടില്ലേ ശരിക്കും എന്ത് ടേസ്റ്റുള്ള ഫ്രൂട്ട് അറിയാം. മഴക്കാലത്ത് പോലും മധുരം പോവാത്തൊരു ഫ്രൂട്ട് എന്ന് അറിയാലേ. പിന്നെ നമുക്ക് ഇതിന്റെ താഴത്ത് ഒരുപാട് കായപ്പെടുത്ത് കുറെ ആൾക്കാർക്ക് റംബൂട്ടാൻ കായ്ച്ചിട്ട് നിലത്ത് ഒരുപാട് പോകുന്നുണ്ട്. പ്രാവശ്യം പ്രത്യേകിച്ചും കൊയ്യും. കാരണം മഴ മൂടിയില്ലേ. മഴ മൂടിക്കഴിഞ്ഞാൽ ഒരു വിധം മരങ്ങളെ ഇലയും കൊയ്യും, റംബൂട്ടാനും താഴേക്ക് കൊയ്യും. ശരിക്കും വെയിലാണ്. ഈത്തപ്പഴത്തെ പോലെ ഇതിന് വെയിലും വേണം. ആ മഴ ഇടമഴ പെയ്തു. പക്ഷെ കുറച്ച് കായ വലുതായതിന്റെ ശേഷമാണെങ്കിൽ കൊഴിഞ്ഞു പോകില്ല. ഇതാ നല്ല ഏകദേശം മരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പിന്നെ എന്ത് ചെയ്യണം, ഒരു ജനുവരിയിലൊക്കെ ചെയ്യണം. MOP ഒക്കെ കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇതാണ് ബിഞ്ചായി എന്ന് പറഞ്ഞത്. ബിഞ്ചായി കഴിച്ചു നോക്കുകയാണെങ്കിൽ എന്താ മട്ടം, നല്ല ഫ്ലഷ്, നല്ല അടിപൊളി അടിപൊളി സൂപ്പർ അല്ലേ? ബിഞ്ചായും വെച്ചോ. ബിഞ്ചായും ഷാറാട്ടാ, രക്ഷയില്ല. ഒന്നാമത് എന്താന്നറിയാം, നമ്മളെ നാട്ടിൽ ആദ്യം വന്ന റംബൂട്ടാൻ NIT E35 ആണ്. അതുകൊണ്ടാണ് ഇതിനെ പറ്റിയിട്ട് ആർക്കും കാര്യമായിട്ട് അറിയാത്തത്. ഇപ്പൊ എല്ലാവരും NIT എന്ന് പറഞ്ഞാൽ നടക്കും. അതാണ് നമ്പർ. അതിൽ NIT-ലും ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇല്ല.